സോ ഞങ്ങൾ ഇന്ന് അച്ചുവിൻ്റെ വണ്ടി എടുക്കാൻ പോവാണ്. സോ അച്ചു ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഓർഡർ ചെയ്തു. അപ്പോൾ അത് ഇന്നാണ് അതിൻ്റെ ഡെലിവറി. അപ്പോൾ എന്നെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോവാണ്. ഒരുത്തം നല്ല ഉറക്കമാണല്ലോ, പാവം. ഓക്കേ, അങ്ങനെ ഞങ്ങൾ യശ്വന്ത്പൂരിലുള്ള ഓല ഷോറൂമിലെത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഭയങ്കര തിരക്കാണ് ഗൈസ്. നമ്മൾ ഓരോ നിമിഷവും ആൾക്കാരിത് വാങ്ങിച്ചുകൊണ്ട് പോവാണ്, ഈ ഇലക്ട്രിക് വെഹിക്കിൾ. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ ഇതൊരു അത്യാവശ്യമാണ്. ബിക്കോസ് നമുക്കിപ്പോൾ പെട്രോളിന് കുറേ പൈസ ചിലവാക്കണ്ടേ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ഇസ് ഗുഡ്. അപ്പം ഒരു 100% ചാർജ് ഉണ്ടെങ്കിൽ 100 കിലോമീറ്റർ ഓടാം, അങ്ങനെയുള്ള രീതിയിലാണത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് വണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷാണ്, ബ്ലൂ കളർ. ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ എല്ലാം ചെയ്തു കൊടുത്തു. അപ്പം മഹേശ്വരൻ അതൊക്കെ എല്ലാം വായിച്ച് നോക്കി, എല്ലാം എഴുതിയിട്ട് എല്ലാം സൈൻ ചെയ്തു. അങ്ങനെ നമ്മുടെ വണ്ടി അവർ കൊണ്ടുവന്നു. സോ ഇതാണ് വണ്ടി. സോ ദിസ് ഇസ് S1 എയർ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആൻഡ് ദിസ് ഇസ് ദ കളർ. അതിൻ്റെ പല കളേഴ്സും ഉണ്ടായിരുന്നു, ബ്ലാക്ക്, റെഡ്, സംവോട്ട് ലൈറ്റ് ഗ്രീൻ, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇവൻ ചൂസ് ചെയ്ത ഈ ഒരു കളറാണ്. സോ ഇതിന് വന്നിട്ട് നല്ല ടോപ്പ് സ്പീഡാണ് അവർ പറഞ്ഞിരിക്കുന്നത്, 90 km/h. ആൻഡ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയും ഇത് 3 kWh ആണ്. ആൻഡ് 8 years ഓഫ് വാറൻറ്റി ഉണ്ട് ആ ഒരു ബാറ്ററിക്ക്. ആൻഡ് കാണാനും ഒരു നല്ല ലുക്കുള്ള വണ്ടിയാണ്. പിന്നെ അവിടുത്തെ എക്സിക്യൂട്ടീവ് നമുക്കെല്ലാം പറഞ്ഞു തന്നു എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്തു അവരെ. അങ്ങനെ അതെല്ലാം സെറ്റാക്കി കൊടുത്തു. അങ്ങനെ അവർ ആ വണ്ടി അതെല്ലാം നമുക്ക് താഴേക്ക് ഇറക്കി തന്നു. സോ അവർ വളരെ സൂക്ഷിച്ചാണ് താഴേക്ക് ഇറക്കുന്നത്. പിന്നെ അതിൻ്റെ ആക്സസറിയും കാര്യങ്ങളും ഒക്കെ ഫിറ്റ് ചെയ്ത് തന്നിട്ട് താഴേക്ക് ഇറക്കി തന്നു. നമുക്ക് അവിടുന്ന് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്കാകുമ്പം അതിന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അങ്ങനെ അച്ചു ആദ്യമായിട്ടത് ട്രൈ ചെയ്യുകയാണ്. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അവർ ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ലേ, എങ്കിലും ഹി മാനേജ്ഡ്. അങ്ങനെ അവൻ വണ്ടി ആദ്യമായിട്ട് എടുത്തു. ആൻഡ് അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ആൾ മനസ്സിലാക്കി. അങ്ങനെ ഓടിച്ച് നോക്കാൻ പറഞ്ഞു. ആൻഡ് ഹി ട്രൈഡ് ഇറ്റ്. കുഴപ്പമില്ല, അവൻ നന്നായിട്ട് ഓടിച്ചു. സോ അതിൻ്റെ സെറ്റിങ്, അതിൻ്റെ റിവേഴ്സൊന്നും ആദ്യം മനസ്സിലാവുന്നുണ്ടായില്ല. ബിക്കോസ് അവർ ഒറ്റൊരു വട്ടമല്ലേ പറഞ്ഞു കൊടുത്തോളൂ. അങ്ങനെ അവൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് അത് ചെയ്യുകയാണ്. സോ ഇതാ പോന്നു. ഓക്കേ, അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി കേട്ടോ. എപ്പോൾ വന്നതാ. അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള ശ്രീ രാഘവേന്ദ്ര വൈഭവ് എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് കയറി. അവിടെ ചെന്ന് നമ്മളിതൊന്ന് ഓർഡർ ചെയ്തു, ജ്യൂസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വാട്ടർമെലോൺ ജ്യൂസ് ഓർഡർ ചെയ്തു. പിന്നെ അതേമാതിരി മാംഗോ, ഇതാണ്. അപ്പോൾ ഇത് വാട്ടർമെലോണൊക്കെ അവർക്ക് 3 പേർക്കും, കുഞ്ഞിനും ഞാനും ഇതാണ് ഞങ്ങൾ എവിടെ ചെന്നാലും ഓർഡർ ചെയ്യുന്നത്, മാംഗോ. പിന്നെ അവർ 2 സെറ്റ് ദോശ, ചപ്പാത്തി, മസാല ദോശ, ഇങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ മേടിച്ച് നമ്മുടെ വിശപ്പടക്കി. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടുന്ന് യാത്രയായി. അപ്പോൾ തിരിച്ച് നമ്മൾ അമ്മൂമ്മേനെയും കുഞ്ഞമ്മേനെയും ഒക്കെ വണ്ടി കാണിക്കാനായിട്ട് അവിടേക്ക് എത്തി. അങ്ങനെ അവർക്കും ഒരു സർപ്രൈസായിരുന്നു. അതെല്ലാം കണ്ടു. അങ്ങനെ അവൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആദ്യക്കുട്ടന് ഇവിടെ ഹെൽമെറ്റൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അവനൊരു റൗണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞു. സോ എല്ലാവരും എക്സൈറ്റഡ് ആണ് പുതിയ വണ്ടിയൊക്കെ കണ്ടിട്ട്. സോ അങ്ങനെ ആദ്യം അച്ചുവും കൂടെ വണ്ടിയൊക്കെ എടുത്ത് ഒരു റൗണ്ടൊക്കെ പോയിട്ട് അവർ വന്നു. സോ ഇനിമേൽ അച്ചു കോളേജിൽ പോകുമ്പോൾ ഇത് കൊണ്ടുപോകാനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതെല്ലാം നടക്കുന്നത്. അവൻ അച്ഛൻ്റെ സ്പ്ലെൻഡർ വേണം, അച്ഛനത് കൊടുത്തു. സോ ഇപ്പോൾ ആൾ നല്ല അടിപൊളിയായിട്ട് ഓടിക്കും. സോ ആൾ അതിനകത്ത് എക്സ്പേർട്ടായിരിക്കുകയാണ് എന്തൊക്കെയാണെന്നൊക്കെ. ആൻഡ് നല്ല വണ്ടിയാണ് കേട്ടോ. ഇറ്റ്സ് ഈസി ടു ഹാൻഡിൽ, വളരെ സ്മൂത്തുമാണ്. അപ്പം ഇപ്പം മഹേശ്വരൻ എന്നെ ഇതിലാണ് കൊണ്ടുവിടുന്നത്, ഈ ഒരു വണ്ടിയിൽ. അവനിപ്പോൾ ബൈക്ക് എടുത്തിട്ടാണ് കോളേജിലൊക്കെ പോകുന്നത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായിട്ട് കാണുന്നവരെ stay tuned guys. Bye. Take care.